എല്ലാവർക്കും നമസ്കാരം. ഷെഫ് ടോപ്പിൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. സ്നാക്കായിട്ടും ഡെസേർട്ടായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഡോണറ്റാണ് നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഡോണറ്റ് തയ്യാറാക്കാനായിട്ട് നമ്മൾ 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. 2 കപ്പ് മൈദയിലേക്ക് നമ്മൾ 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തു. ഇതൊരു 150 ഗ്രാം 200 ഗ്രാമോളം പഞ്ചസാര വരും. ഈസ്റ്റ് 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തു. അത് ഡ്രൈ ഈസ്റ്റോ സാദോ ഈസ്റ്റോ നമുക്ക് യൂസ് ചെയ്യാം. 1 ടീസ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1 ടീസ്പൂണോളം വാനില എസൻസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് മിൽക്ക് പൗഡറാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. 2 ടേബിൾ സ്പൂണോളം മിൽക്ക് പൗഡർ ആഡ് ചെയ്യുന്നുണ്ട്. എഗ്ഗിൻ്റെ വൈറ്റ് എടുക്കുന്നില്ല, യോക്ക് മാത്രമേ എടുക്കുന്നുള്ളൂ. 2 എഗ്ഗിൻ്റെ യോക്ക് എടുക്കുന്നുണ്ട്. അതിലേക്ക് ബട്ടർ 1 ടേബിൾ സ്പൂണോളം ബട്ടർ, വെള്ളം നമ്മളൊരു 150 മില്ലിയോളം വെള്ളം മാത്രമേ ഇതിൽ മൊത്തം എടുക്കുന്നുള്ളൂ. അത് നമ്മൾ 1-2 പ്രാവശ്യമായിട്ട് ടൈറ്റായിട്ട് തന്നെ മിക്സ് ചെയ്യുകയാണ്. ചപ്പാത്തി മാവിനേലും അല്പം കൂടി ടൈറ്റിലാണ് നമ്മൾ ഈ സാധനം ചെയ്യുന്നത്. നമുക്ക് എടുത്തിടാനുള്ളതാണ്. അതുകൊണ്ട് അല്പം ടൈറ്റായിട്ട് തന്നെ നമ്മൾ ദോ തയ്യാറാക്കുക. അത് എത്രയും നേരം മിക്സ് ചെയ്യാൻ പറ്റുമോ അത്രയും നേരം മിക്സ് ചെയ്യുക. അതിൻ്റെ പുറം ഭാഗം ശരിക്കും ഗ്ലേസിങ് ആവുന്ന രീതിയിൽ തന്നെ നമ്മൾ മിക്സ് ചെയ്യണം. അതുകൊണ്ട് നമ്മളതിനെ പുളിക്കാനായിട്ട് മാറ്റി വയ്ക്കുക. ഒരു 15 മിനിറ്റ് മാക്സിമം അരമണിക്കൂർ നമ്മൾ പുളിക്കാൻ വെച്ചാൽ മതി. ഇപ്പോൾ നമ്മുടെ മാവ് ശരിക്കും പുളിച്ച് വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മളിതിനെ ഒരേ റൗണ്ട് ഷേപ്പിൽ തിക്കായിട്ട് തന്നെ റോൾ ചെയ്തെടുത്തു. ഡോണറ്റിൻ്റെ കട്ടർ വാങ്ങിക്കാൻ കിട്ടും. അല്ലാത്തവർക്ക് നമുക്ക് ഏറ്റവും സിമ്പിളായിട്ടുള്ള ഇത് വെച്ചിട്ട് നമുക്കിതിനെ ഒരേ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഷേപ്പിൽ വേണം ഡോണറ്റ് കട്ട് ചെയ്തെടുക്കാൻ. ഒരേ ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഈ കട്ട് ചെയ്തിട്ട് വരുന്ന ബാക്കിയുള്ള മാവ് നമുക്ക് വീണ്ടും റോൾ ചെയ്തിട്ട് ഇതിനെ ഇതേ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാവുന്ന രീതിയിൽ നമുക്ക് പരത്തിയെടുക്കാവുന്നതാണ്. കട്ട് ചെയ്യുന്ന ഡോണറ്റ് പീസ് അപ്പം തന്നെ നമുക്ക് ഓയിലിലേക്ക് ഇടരുത്. അത് പുളിക്കാനായിട്ട് നമ്മൾ വീണ്ടും ഒരു അരമണിക്കൂറോളം വച്ച് കഴിഞ്ഞാൽ അത്രയും സോഫ്റ്റായിട്ട് ഇത് കിട്ടും. അപ്പോൾ നമ്മൾ വളരെ സ്ലോ ഫയറിലാണ് ഓയിൽ കത്തിച്ചിരിക്കുന്നത്. ഒരുപാട് ചൂടിൽ നമ്മൾ ഫ്രൈ ചെയ്യുന്നില്ല. നല്ല ബ്രൗൺ കളർ ആവുന്നവരെ നമ്മളൊരു 2-3 മിനിറ്റ് ഫ്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ല ബ്രൗൺ കളറിൽ ഇത് കിട്ടും. ഈ ഒരു ഇതിൽ നമ്മളതിനെ ഫ്രൈ ചെയ്ത് മാറ്റി. ഡോണറ്റ് ഡിപ്പ് ചെയ്യാനുള്ള ചോക്ലേറ്റ് തയ്യാറാക്കാനായിട്ട് നമ്മൾ ആദ്യം പാല് നല്ല രീതിയിൽ കുക്ക് ചെയ്യാണ്. പാലിൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ നമ്മൾ 50 ഗ്രാമാണ് പാൽ എടുക്കണമെന്നുണ്ടെങ്കിൽ 150 ഗ്രാമാണ് ചോക്ലേറ്റ് എടുക്കേണ്ടത്. 2 ഇരട്ടിയാണ് നമ്മുടെ മെഷറിങ് എടുക്കേണ്ടത്. പാലെടുക്കുമ്പോൾ ക്രീമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ 50 ഗ്രാം ചോക്ലേറ്റിന് 50 ഗ്രാം കുക്കിംഗ് ക്രീമാണ് ഉപയോഗിക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന പാലാണ്. ഇനി നമ്മൾ മെൽറ്റാക്കിയിട്ടുള്ള ചോക്ലേറ്റ് മുകൾ ഭാഗം മാത്രം ജസ്റ്റ് അതിൽ ഡിപ്പ് ചെയ്തെടുക്കുകയാണ്. ഇനി അതിൻ്റെ ഗാർണിഷിനായിട്ട് നമ്മൾ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് നമ്മളൊരു ഐസിങ് ബാഗിലിട്ടത് ഗാർണിഷ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുകയാണ്. ഇത് നമ്മൾ വൈറ്റ് കളറിലുള്ള ചോക്ലേറ്റിലാണ് നമ്മൾ ഡിപ്പ് ചെയ്യുന്നതെങ്കിൽ മുകളിൽ ഗാർണിഷ് ചെയ്യാനായിട്ട് ഡാർക്ക് ചോക്ലേറ്റ് നമുക്ക് യൂസ് ചെയ്യാം. ഡോണറ്റിൻ്റെ പ്രത്യേകത റിംഗ് ഷേപ്പിലാണ് ഇതിൻ്റെ ഷേപ്പ് ഇരിക്കുന്നത്. ഇത് നമുക്ക് റൂം ടെമ്പറേച്ചറിലാണെങ്കിൽ 2 ദിവസവും നമ്മൾ ഫ്രിഡ്ജിൽ കീപ്പ് ചെയ്ത് യൂസ് ചെയ്യാവുന്ന 1 ആഴ്ച വരെ ഉപയോഗിക്കാൻ പറ്റുന്നൊരു സംഭവമാണ് ഡോണറ്റ്. ഇതൊക്കെ വളരെ ഫെമിലിയർ ആയിട്ടുള്ളതും എല്ലാവർക്കും പരിചയമുള്ള ഒരു സ്നാക്കാണ്. ഇത് സ്നാക്കായിട്ടും ഡെസേർട്ടായിട്ടും ബ്രേക്ക്ഫാസ്റ്റിനും ഒക്കെ യൂസ് ചെയ്യാവുന്ന ഒരു ഐറ്റമാണ് ഡോണറ്റ്. പിന്നെ ഏറ്റവും നല്ലത് എൻ്റെ ഗാർണിഷ് ഏത് രീതിയിൽ വേണമെങ്കിലും ഗാർണിഷ് ചെയ്യാം. ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ടോ ഗ്രേറ്റ് ചെയ്തിട്ടോ ഒക്കെ ഇതിനെ ഗാർണിഷ് ചെയ്യാം. പിന്നെ സ്പ്രിംഗിൾസ് എല്ലാം ഇട്ടിട്ട് ഇതിനെ ഗാർണിഷ് ചെയ്ത് നമുക്ക് എടുക്കാവുന്നതാണ്.